ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് തുടയിടുക്കിലെ കറുത്ത പാടുകളൊക്കെ മാറ്റുവാനായിട്ടുള്ള നല്ലൊരു ടിപ്സ് ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എന്താണെന്ന് പറഞ്ഞു തരാം. അതിനു മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു കറ്റാർവാഴയുടെ ചെറിയൊരു പോളയാണ്. നമുക്ക് വലുത് കിട്ടുമെങ്കിലും കുഴപ്പമില്ല. ഇതിനങ്ങനെ കൃത്യമായിട്ട് അളവൊന്നുമില്ല. എത്രത്തോളം എടുക്കുന്നുണ്ടോ അത്രയും നല്ലതാണ്. അപ്പൊ ഇതൊന്നും ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതാ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഈ ജെല്ലുള്ള ഈ ഒരു വശം ഇതുപോലെ വെക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ എടുക്കുക. ഞാനിപ്പോ 250 mg രണ്ടെണ്ണമാണ് എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് 500 mg ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. അതിന് കളർ വ്യത്യാസം ഏത് കളറുള്ളത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇന്ന കളറിനൊന്നുമില്ല. ഇത് നമുക്ക് ചെറുതായിട്ട് ഇതിന്റെ അഗ്രഭാഗം ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ ഓയിൽ നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിതിന്റെ അറ്റം ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഓയിൽ നമുക്ക് ഇതിനകത്തോട്ട് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അടുത്തതും ഇതുപോലെ തന്നെ പൊട്ടിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കറ്റാർവാഴയുടെ ഈ ഒരു പോള ഇങ്ങനെ എടുക്കുക. അതിനുശേഷം ഈ ഓയിലിലോട്ട് ഇതൊന്ന് തേച്ചു കൊടുക്കുക. അതേപോലെ ഇപ്പൊ ഈ ഓയിൽ ഇതിനകത്തോട്ട് പറ്റി പിടിച്ചിട്ടുണ്ടാവും, വൈറ്റമിൻ ഇയുടെ ഓയിൽ. ഇത് നിങ്ങളുടെ തുടയിടുക്കില് ആ കറുപ്പുള്ള വശത്തായിട്ട് ഇതുപോലെ ഇപ്പൊ ഇതുപോലെ ഒരു വശമാണ് ഇത് നിങ്ങളുടെ തുടയുടെ ആ കറുപ്പുള്ള വശമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതുപോലെ ഒരു 10 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് നിങ്ങൾ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. കൂടുതലായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കരുത്, ലൈറ്റായിട്ട് മാത്രം മസാജ് ചെയ്ത് കൊടുക്കുക. കുറഞ്ഞത് 10 മിനിറ്റ് എങ്കിലും എന്തായാലും ചെയ്തിരിക്കണം. ഇങ്ങനെ നിങ്ങൾ ഒരാഴ്ച ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലതുപോലെ ഇതിന്റെ മാറ്റം കണ്ടു തുടങ്ങുന്നതായിരിക്കും. പയ്യെ പയ്യെ ആ കളറ് മങ്ങിപ്പോയി അവിടം നല്ലതുപോലെ ക്ലീൻ ആവുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഈ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ നിർബന്ധമായിട്ടും ചേർക്കുക കേട്ടോ. നല്ലതാണ്, വളരെ നല്ലതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് മാറി കിട്ടുന്നതായിരിക്കും. നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നാണ്. അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാനായിട്ട് മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.